ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചൂസ് കുറുമ്പേ. അപ്പോൾ ഇതാ ഞാൻ ഇന്നൊരു പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇട്ടത്. അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയതാണ്. ഞാൻ ഒരു കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാനും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എൻ്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഞങ്ങൾ വണ്ടൂർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മോഹിനി എന്ന് പറയും. അന്നത്തെ നമ്മളെ ചാനലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു, രണ്ടാമത്തെ കുഞ്ഞിനെ. അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വൈകുന്നേരത്താണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജസ്റ്റ് എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തു. പക്ഷേ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊന്നും ഇതിൽ എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. ഇത് ശിവക്കുട്ടിയാണ്, മോഹിനിയുടെ മൂത്ത മോളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ശിവയ്ക്ക് ഒരു ചാനലുണ്ട്, ഹോം ബുക്ക് ബൈ ശ്രീ ശിവ എന്നാണ് കേട്ടോ അത് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ കണ്ടു, പെൺകുട്ടി തന്നെ ആയിരുന്നു കേട്ടോ, ആമി എന്നാണ് പേര്. അപ്പോൾ അവൾ നൂലുകെട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഓഫീസുള്ളതുകൊണ്ട്. പിന്നീട് ഒരു ദിവസം വരാമെന്ന് പറയുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇന്ന് ഞാൻ ഓഫീസിൽ പോയിട്ട് വൈകുന്നേരത്താണ് കേട്ടോ പോണത്. അപ്പോൾ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, ആ കല്യാണത്തിനും പോയി തിരിച്ച് ചെന്നിട്ടാണ് പിന്നെ ആമിക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. പിന്നെ അപ്പോൾ ഗൈസ്, ഞങ്ങൾ മോഹിനീൻ്റെ വീട്ടിൽ പോയി കുഞ്ഞിനെ കണ്ടു, കുഞ്ഞിപ്പെണ്ണിനെ കണ്ടു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു, തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു കല്യാണം ഉണ്ട്, പക്ഷെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ പോയപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് പിന്നെ കല്യാണത്തിന് പോയി ഉണ്ടോ. കുറച്ച് മിഠായിയൊക്കെയാണ് ഇത്. കിച്ചുമോൾക്ക് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ബേബി താത്ത കൊടുത്താണ് കേട്ടോ. ഒരു മോൻ വന്നപ്പോൾ കൊണ്ടുവന്നാൽ തോന്നുന്നു. ചൈന മിഠായി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് കിച്ചുമോള്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കല്യാണം മോഹിനിയെ കാണാൻ പോയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു ദിവസത്തിലുണ്ടായൊരു സംഭവമാണ്. ഓഫീസിലേക്ക് പോയപ്പോൾ ചെറിയൊരു തലമിന്നൽ, ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല, അതിന് മുമ്പായിട്ട് ചെറിയൊരു തലമിന്നലും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഡോക്ടറെ കാണിച്ചപ്പോൾ ചെറുതായിട്ട് നമ്മുടെ ഇയർ ബാലൻസ്, ചെവിയുടെ ബാലൻസ് ചെറുതായിട്ടൊന്നും അങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് ട്രിപ്പ് ഇട്ട് കിടക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനതിൽ ഷോർട്ടൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എന്നോട് വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് ഒരുപാട് സന്തോഷം, നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ജസ്റ്റ് അവിടുത്തെ വീഡിയോസ് അങ്ങനെ എടുത്തുവെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പിന്നീട് പിറ്റേ ദിവസം നടക്കുന്ന ഒരു വിശേഷം കൂടി കാണിക്കുകയാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം നടന്നിട്ടുള്ള കാര്യങ്ങളല്ല, അതായത് 2-3 ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഹലോ ഗൈസ്, അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ, അതൊക്കെ കഴുകി വെച്ചു. പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വയ്ക്കാണ്ടിരുന്നു, അതും മടക്കി വെച്ചു. പിന്നെ കുളി കഴിഞ്ഞിട്ടോ, രാവിലെ തലനച്ച് കുളിക്കും, വൈകുന്നേരത്ത് മേലെ കഴുകും. അങ്ങനെയാണ്, ചിലപ്പോൾ രാവിലെ മേലെ കഴുകുക, വൈകുന്നേരത്ത് തലനച്ച് അങ്ങനെ. അപ്പോൾ ഞാനിനി നാളത്തേക്കുള്ള പാത്രങ്ങളും അതൊക്കെ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചു കേട്ടോ. കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അത് കഴുകി വെച്ചു. പിന്നെ അവിടെയൊക്കെ വർക്കേരി ഒന്ന് അടിച്ചു വാരി, ബാക്കിയുള്ളവരൊക്കെ മക്കൾ അടിച്ചു വാരിണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിനി നമ്മൾ ഗ്യാസ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് മാറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, താൽക്കാലികമായിട്ട് നമ്മൾ വാങ്ങിയതായിരുന്നല്ലോ. അപ്പോൾ അത് കൊടുത്തു. പിന്നെ നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് തന്നെ കിട്ടിയിട്ട്, അപ്പോൾ പുതിയത് വാങ്ങിയിട്ടില്ല, സെക്കൻഡ് ഹാൻഡ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും അതുപോലെ കുറ്റിയൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് തല മിന്നിയതാണ്. അപ്പോൾ ഇയർ ബാലൻസ് പോയതാണ് എന്ന് പറഞ്ഞു കേട്ടോ. കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെയാണ്. പക്ഷെ ചെറുതായിട്ട് അതിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങോട്ട് ഓക്കെ ആവാത്ത മാതിരി. ഓക്കെ. പിന്നെ അപ്പം ഞാനിനി നാളത്തേക്ക് രാവിലെ ഞാൻ പോയപ്പോൾ പച്ചരി ഉഴുന്നൊക്കെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കാൻ വേണ്ടി. കുറേ ആയി ദോശ ഉണ്ടാക്കിയിട്ട്. പിന്നെ ഇഡലി ഉണ്ടാക്കാനാണ് കേട്ടോ ഇപ്പോൾ തോന്നുന്നത്, പക്ഷേ ഇഡലി ഉണ്ടാക്കാൻ ഇഡലി പാത്രമില്ല. അപ്പോൾ നമുക്ക് ദോശയ്ക്കുള്ള മാവൊന്ന് റെഡിയാക്കി വെക്കണം, അരയ്ക്കണം. പിന്നെ നാളത്തേക്ക് ഞാൻ സാമ്പാർ ഉണ്ടാക്കി വെച്ചാലോ എന്ന് വിചാരിക്കണേ. എന്നാൽ പിന്നെ രാവിലെ ആ ഒരു പണിയൊക്കെ കുറഞ്ഞിട്ടും. അപ്പോൾ എന്തായാലും ഞാനൊന്ന്
പച്ചരിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അരക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. പച്ചരി വെറും പച്ചരിയും ഉഴുന്നും മാത്രമാണ്. ഉലുവയൊന്നും ഞാൻ ഇട്ടുണ്ടായിരുന്നില്ല, മറന്നു കേട്ടോ. അല്ലെങ്കിൽ സാധാരണ ഞാൻ ഉലുവ കുറച്ചിട്ട് കൊടുക്കണതാണ്. പ്രാവശ്യം ഒരു ഉലുവയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ കഴുകിയിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനെപ്പോഴും കുറച്ച് ചോറ് ചേർക്കും കേട്ടോ. ദോശയ്ക്ക് അരക്കുന്ന സമയത്ത് കുറച്ച് വേണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ദോശയാണ് ഉണ്ടാക്കണേന്ന്. അപ്പോൾ ദോശയ്ക്ക് ഞാനൊരു സാമ്പാർ ഇപ്പം ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. ഒരു കുഞ്ഞിക്കലത്തിൽ ഉണ്ടാക്കി വെക്കണത് കേട്ടോ. അപ്പോൾ കുറച്ച് പരിപ്പ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചാണ് ഇത്. പുളി കഴുകിയാണ്ട് വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കഷ്ണങ്ങൾ ഇത്രയുണ്ട്, കുറച്ചും കൂടെ ഉണ്ട്. വെണ്ടയ്ക്കയും 2 മുരിങ്ങക്കായും കൂടെ ഫ്രിഡ്ജിലെടുത്ത് എടുത്തിട്ട് ഇപ്പം ഉണ്ടാക്കി വെക്കാൻ. നൈറ്റ് ഉണ്ടാക്കി വെച്ചാൽ നല്ലതാണല്ലോ. അപ്പോൾ രാവിലത്തേക്ക് ദോശയ്ക്ക് നമുക്ക് സാമ്പാറായും ചെയ്തു, പണികൾ കുറേ കുറഞ്ഞിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാനത് ബാക്കിയുള്ള കുറച്ച് പച്ചക്കറിയും കൂടെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കട്ടെ കേട്ടോ.
അങ്ങനെ ദാ രാവിലത്തേക്കുള്ള ദോശമാവൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. താഴെ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് രാവിലെ ഒരു മമ്പയർ വെച്ച് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി മമ്പയർ, അതായത് വൻപയർ വെള്ളത്തിയിട്ട് വെച്ചതാണ്. പിന്നെ നമ്മുടെ സാമ്പാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് മമ്പയർ എന്ന് ഞങ്ങൾ പറയും, വൻപയർ എന്നും പറയും കേട്ടോ. അതിന് ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ മോർണിംഗിൽ അടുക്കളയ്ക്ക് വന്നപ്പോൾ ഉള്ള വീഡിയോ കൂടെ എടുത്തു. നമ്മൾ രാത്രി ഇതുപോലെ മാവൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചത് കണ്ടോ, നിറഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്കാണ് സോഡാപ്പൊടി ചേർക്കാറില്ല കേട്ടോ. സോഡാപ്പൊടി ഇവിടെ ഇല്ലേ എന്താണെന്ന് ഞാനങ്ങനെ ദോശയിലേക്ക് സോഡാപ്പൊടി ചേർക്കലില്ല. അപ്പോൾ അതൊക്കെ ഞാൻ താഴെ പോയതൊക്കെ റെഡിയാക്കി വെച്ചു. വൻപയറിൽ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, വറ്റിയിട്ടുണ്ട്. നല്ല പയറെല്ലാം വലുതായി വന്നിട്ടുണ്ട്. സാമ്പാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിനിപ്പോൾ രാവിലെ ദോശയും ചോറും ഈ ഒരു പയറുപ്പേരി മാത്രം ഉണ്ടാക്കിയാൽ മതി. കറിയുടെ ആ ഒരു പരിപാടിയും അതിൻ്റെ സമയമൊക്കെ ലാഭം കിട്ടിയിട്ടോ. നൈറ്റ് തന്നെ ഉണ്ട് റെഡിയാക്കി വെച്ചതുകൊണ്ട്. അങ്ങനെ രാത്രി സാമ്പാർ അവിയലൊക്കെ രാത്രി റെഡിയാക്കി വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് ഒന്നുകൂടി ടേസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സമയവും ലാഭമാണല്ലോ. നമ്മൾ എവിടെയെങ്കിലും പോകാനുള്ളവരാകുമ്പോൾ ഇതൊക്കെ ഒരു തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പെട്ടെന്നാവും. പിന്നെ സാമ്പാറിലിടാൻ എല്ലാം ഉണ്ടായിരുന്നു, മല്ലിയില വരെ ഉണ്ടായിരുന്നു. പക്ഷെ കായം മാത്രം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ചതും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദോശ ഞാനിപ്പം ഒന്ന് കുഞ്ഞു ദോശയാണ് ഉണ്ടാക്കണേ. പിന്നെ ഞങ്ങൾ അന്ന് തന്നെ വൈകുന്നേരത്ത് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചക്കപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, കുട്ടികളെയും കൊണ്ട് വരുമുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോയി, ഓഫീസിൽ വന്നിട്ട് അവിടെ പോയി. അപ്പോൾ ചക്കപ്പവും ചായയൊക്കെ ഉണ്ടാക്കിയിരുന്നു, അതൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയാൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സി യു.